ആധുനിക ഇന്ത്യയിൽ ഒട്ടനവധി സമരങ്ങൾക്ക് ഡൽഹി സാക്ഷിയായിട്ടുണ്ട്. എന്നാൽ സ്ത്രീ സാന്നിധ്യം കൊണ്ട് വേറിട്ടുന്നത് ഷഹീൻ ബാഗിലെ CAA വിരുദ്ധ പ്രക്ഷോഭമായിരുന്നു. അന്ന് സമരത്തിന് നേതൃത്വം നൽകിയ പലരും ഇന്ന് രാജ്യദ്രോഹ കുറ്റം ചുമത്തപ്പെട്ട് ജാമ്യം കാത്ത് ജയിലിൽ കഴിയുകയാണ്. ഉജ്ജ്വല സമരനാളുകൾക്ക് സാക്ഷിയായ ഷഹീൻ ബാഗ് ഇന്നെങ്ങനെയാണ് അന്നും ഇന്നും? ഇന്ത്യയുടെ രാഷ്ട്രീയ സമരചരിത്രത്തിൽ പുതിയൊരു അധ്യായം എഴുതപ്പെട്ട സ്ഥലമാണിത്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ വിദ്യാർത്ഥികളും അമ്മമാരും അടങ്ങുന്ന ആയിരക്കണക്കിന് പേർ കൈകളിൽ ഭരണഘടനയുടെ പകർപ്പുമേന്തി ഇറങ്ങിയത് ഈ തെരുവിലായിരുന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ ശബ്ദമായി മാറിയ ആ സമരം ലോക ശ്രദ്ധ പിടിച്ചുപറ്റി. അതാണ് ഷഹീൻ ബാഗ്. ഷഹീൻ ബാഗ് പ്രക്ഷോഭം ഒരു സാധാരണ സമരമായിരുന്നില്ല. ജനാധിപത്യത്തിൻ്റെ ക്ലാസ് റൂം തെരുവിലേക്കെത്തിയ നിമിഷമായിരുന്നു അത്. സ്ത്രീകളുടെ പങ്കാളിത്തം സമരത്തിന് പുതിയൊരു നിറം നൽകി. സ്ത്രീകളുടെ ധൈര്യവും വിദ്യാർത്ഥികളുടെ ആവേശവും ചേർന്നപ്പോൾ സമരത്തിന്റെ മുഖം മാറി. സമരം കണ്ട് ഇരിപ്പുറയ്ക്കാത്തവർ അതിനെ പരിഹസിച്ചു, പുതിയ മാനം നൽകി. ഒടുവിൽ രണ്ട് വിഭാഗങ്ങൾ തമ്മിലെ കലാപമായി രൂപാന്തരപ്പെട്ടു. 2020 രാജ്യത്ത് കോവിഡ് ബാധിച്ചു. ലോക്ക്ഡൌൺ ആയി. റോഡുകൾ അനന്തമായി തടഞ്ഞു വയ്ക്കുന്ന പ്രതിഷേധങ്ങൾ തുടരാൻ പാടില്ലെന്ന് കോടതിയും വിധിച്ചു. അങ്ങനെ മാസങ്ങളോളം മുഴങ്ങിയ മുദ്രാവാക്യങ്ങൾ അടങ്ങി. പ്രക്ഷോഭത്തിന്റെ വേദി ശൂന്യമായി. 2025 എത്തുമ്പോൾ ഷഹീൻ ബാഗിന്റെ മുഖം ആകെ മാറി. സമരത്തിന്റെ ചൂടറിഞ്ഞ സ്ഥലം ഡൽഹിയിലെ മറ്റെവിടെയും പോലെ സമാധാനമായി കഴിയുന്നു. പ്രക്ഷോഭത്തിന്റെ വീതി സമാധാനത്തിന്റെ വീതിയായി മാറി. പക്ഷേ ചരിത്രം മറക്കില്ല. സ്ത്രീകളുടെ ധൈര്യത്തിന്റെയും പൗരാവകാശങ്ങളുടെ പ്രതിരോധത്തിന്റെയും ചിഹ്നമാണ് ഷഹീൻ ബാഗ്. അന്ന് തെരുവുകളിൽ ഉയർന്ന മുദ്രാവാക്യങ്ങളും ഭരണഘടനയുടെ ശബ്ദവും ഇന്നും ചരിത്രത്തിന്റെ പേജുകളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. ഷഹീൻ ബാഗ് എന്നത് കേവലം ഒരു സ്ഥലപ്പേര് മാത്രമല്ല, ഒരു തലമുറയുടെ ഓർമ്മയും ജനാധിപത്യത്തിന്റെ നിലവിളിയും ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ അനശ്വര അടയാളവുമാണ്. ഡൽഹിയിൽ നിന്നും അജീഷ് ജയകുമാർ, 24.